ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു വെറ്റില മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാം. ഇപ്പം ചിലർ വിചാരിക്കും ഒരു വെറ്റില കൊണ്ട് ഇപ്പോൾ എന്നാ കാണിക്കാനാണ്, ചെയ്ത് നോക്ക് അപ്പോൾ അറിയാം എന്നാ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്താൽ എന്തും നേടിയെടുക്കാൻ പറ്റും. അത്രയും ഒരു വിദ്യയാണ് ഒരു വെറ്റില കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റും. സമ്പത്തും ഐശ്വര്യവും അതുപോലെ ഏത് നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കാനും ന്യായമായ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം ആ ചെയ്യുന്ന കാര്യത്തിലുണ്ടാകണം എന്ന് മാത്രം. മനസ്സ് ശുദ്ധമായിരിക്കണം, പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇപ്പോൾ വെറ്റില എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. ഞാൻ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും നല്ല കാര്യങ്ങളും മാത്രം. അത് കേട്ടിട്ട് ആവശ്യം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് റിപ്ലൈ ചെയ്യും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവരുടെയും മെസ്സേജ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, തിരക്കിലാണ്. എനിക്ക് ഒരുപാട് പെൻഡിങ് വർക്കുകളുണ്ട്. അപ്പോൾ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുന്നതിന് റിപ്ലൈ ചെയ്യും, പറ്റുന്നത് റിപ്ലൈ ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല, കാരണം ഒരുപാട് വർക്കുകൾ തീരാനുണ്ട്. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത്. ഇതാണ് സാഹചര്യം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറഞ്ഞതാണ്. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. വിഷയത്തിലേക്ക് ഈ വെറ്റിലയുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ന് ഞാൻ പുത്തങ്കാവ് അമ്പലത്തിൽ പോയപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പുനഃപ്രതിഷ്ഠ എന്നൊരു സംഭവം ഉണ്ടായി. അതായത് കാനഡയിലുള്ള ഒരാൾ, നമ്മുടെ വീഡിയോ കാണുന്ന, നമ്മുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന, ഞാൻ നോക്കി കൊടുത്തിട്ടുള്ള ഒരാൾ, അവർ പുത്തങ്കാവിലമ്മയ്ക്കൊരു വെള്ളിപ്പാത്രം കൊടുത്തേക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അതിനുവേണ്ടി വെള്ളിപ്പാത്രം മേടിക്കാൻ ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് തീരെ ചെറിയ വെള്ളിപ്പാത്രം കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഉള്ളതിലും ഏറ്റവും വലിയൊരു വെള്ളിപ്പാത്രം, അത് വലിയ വലിപ്പമല്ല, ഉള്ളതിലും വലുത് ഞാൻ എടുത്തു. അപ്പോൾ അതിന് ഒരു നല്ല തുകയായി. അപ്പോൾ അവർ അത്രയും പൈസ എൻ്റെ കയ്യിൽ തന്നിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഏതായാലും അവർ ചോദിച്ചാൽ തരും, എനിക്കറിയാം, ഏതായാലും പറയുക. ഇനി അഥവാ ഇൻ കേസ് ഏതെങ്കിലും തടസ്സം പറഞ്ഞാലും ബാക്കി ഞാൻ കയ്യിൽ നിന്നിടും എന്ന് ഞാൻ വിചാരിച്ചു. രണ്ടും കൽപ്പിച്ചത് നമ്മുടെ ഒരു സന്തോഷം. ഇതിൽ അവർ പറഞ്ഞ ആ നിമിഷം തന്നെ ആ ബാക്കി പൈസയും കൂടെ അവർ വിട്ടു തന്നു. ഏതായാലും ഉള്ള നല്ലൊരു വെള്ളിപ്പാത്രമാണ്. അപ്പോൾ അവരുടെ ഒരു മനസ്സും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഈ വെള്ളിപ്പാത്രം കൊണ്ട് പുനഃപ്രതിഷ്ഠയുടെ അമ്പലത്തിൽ ചെന്നപ്പോൾ തിരുമേനി എന്തോ കാര്യത്തിന് വെളിയിലോട്ട് വന്നതാണ്. എന്നെ കണ്ടു. ഞാൻ പറഞ്ഞത് ഇന്ന ആൾ ഇവിടെ സമർപ്പിക്കാൻ തന്നതാണ്. ആളുടെ പേരും നാളുമല്ല ഞാൻ അതിനകത്ത് പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് തരുന്നതേ ഉള്ളൂ, ഇന്ന ആളാണ് സമർപ്പിക്കുന്നത്. അതെല്ലാം പറഞ്ഞു. അതേ പേപ്പറിൽ ആ വെള്ളിപ്പാത്രത്തിനകത്ത് ആ സമർപ്പിക്കുന്ന ആളുടെ പേരും നാളും എല്ലാം എഴുതി വെച്ചു. ഞാൻ കൊടുത്തു. തിരുമേനി അതുകൊണ്ട് അകത്തോട്ട് പോയി. പിന്നെ അപ്പോൾ എന്നെ കാണാൻ അമ്പലത്തിൽ ഒരു 400-ന് മേലെ ആളുകൾ വന്നായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, പുനഃപ്രതിഷ്ഠയ്ക്ക് വരുമ്പം കാണുന്നവർക്ക് അവരെന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പരിഹാരം പറഞ്ഞുതരാം. അത് യാതൊരു പ്രതിഫലവും ഇച്ഛിച്ചിട്ടോ വാങ്ങത്തോ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞുതരാം എന്തെങ്കിലും. ഒരു 400-നടുത്തോലെ 400-ന് മേലെ ആളുകളുണ്ടായിരുന്നു അമ്പലത്തിൽ തന്നെ എന്നെ കാണാനാണ്. അപ്പം ഞാൻ എന്നെ മാറി ഒരു കസേരയിട്ട്, അവിടെ സർപ്പത്തിൻ്റെ ഒരു നടയുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കസേരയിട്ടിരുന്നു. ആളുകൾ വലിയ ക്യൂ ആയിരുന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റത് ഈ പുനഃപ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ് 2:45 എഴുന്നേൽക്കണം. ഈ 9:45 ഞാൻ വന്നപ്പോഴാണ് തിരുമേനി എൻ്റെ കയ്യിൽ നിന്ന് ഈ വെള്ളിപ്പാത്രം മേടിക്കുന്നത്. അപ്പം ഞാൻ ഈ വെള്ളിപ്പാത്രം കൊണ്ട് അവിടെ പോയി ഇരുന്നിരുന്നെങ്കിൽ ഈ പ്രതിഷ്ഠാ സമയത്ത് എനിക്ക് വെള്ളിപ്പാത്രം അകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇതാർക്കറിയാം
ദേവിക്കറിയാം. അത് ഞാൻ ചെന്ന ഉടനെ ദേവിയുടെ ഒരു ഇച്ഛ കൊണ്ടായിരിക്കാം തിരുമേനി ഇറങ്ങി വന്ന് ആ സമയത്ത് എൻ്റെ നിന്ന് വെള്ളിപ്പാത്രം മേടിച്ചുകൊണ്ട് പോയി. ഇന്ന് തിരുമേനിയെ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ആ പാത്രത്തിനകത്തായിരുന്നു പുനഃപ്രതിഷ്ഠാ സമയത്ത് അമ്മയ്ക്ക് ചടങ്ങുകളൊക്കെ ചെയ്ത ആ പാത്രത്തിലാണെന്ന് പറഞ്ഞു. വലിയ സന്തോഷം. അവിടെ ആരാണ് പ്രവർത്തിച്ചത്? അമ്മയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ നമുക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തില്ല, കാരണം നമ്മുടെ മനസ്സിലൊന്നുമില്ല, അത്ര തന്നെ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അതായത് ഒരു വെറ്റില എടുക്കുക. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതാരും കാണാതെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു മുറിക്കകത്ത് അടച്ചിട്ട് ചെയ്യുക. ഇനി ആരും കണ്ടാലും കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാണാൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് കേട്ടോ. കണ്ട് ചെയ്താലും ഫലമൊക്കെ കിട്ടും. പിന്നെ കാണാതെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഇനി കണ്ടെന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്താലും ഫലം ഉണ്ടാവും. കഴിവതും ഒരു കാണാതെ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു വെറ്റില എടുക്കുക. വെറ്റില നിങ്ങളുടെ ഈ ഇടത് കൈ പിടിക്കുക. വെറ്റില വെള്ളം തൊട്ടൊന്ന് തടവണം. ഇടത് കൈ വെറ്റില പിടിച്ച് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷ്യ സ്വാഹ. ഇതൊരു തവണ ജപിച്ച് അല്പം വെള്ളം തൊട്ടൊന്ന് തടവുക ഈ വെറ്റില. എന്നിട്ട് അല്പം കുങ്കുമമെടുത്ത് അല്പം മതി വെള്ളത്തിൽ ചാലിച്ച് വലത് കൈയിൽ തൊട്ട് ഇടത് കൈയിൽ ആ വലത് കൈയുടെ വിരലിൽ, അതായത് ഈ നടുവിരലും മോതിരവിരലും ചേർത്ത് അല്പം കുങ്കുമം തൊട്ട് ഈ വെറ്റിലയുടെ മധ്യത്തിലായിട്ടൊന്ന് തൊടുക. കുങ്കുമം തൊട്ടിട്ട് കൈ ഇങ്ങനെ വെച്ച് തന്നെ ഈ മന്ത്രം വീണ്ടും 3 തവണ ജപിക്കുക. ആദ്യം 1 തവണ ജപിക്കുക, പിന്നെ 1 തവണ ജപിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം തടവുകയാണ്. ഇങ്ങനെ ഈ കുങ്കുമം അല്പം വെള്ളം തൊട്ട് കുങ്കുമം ഈ നടുവിരലും വലതുകൈയുടെ നടുവിരലും മോതിരവിരലും കൊണ്ട് തൊട്ടിട്ട് ഈ വെറ്റിലയുടെ മധ്യത്തിൽ, വെറ്റില ഇടത് കൈ വെച്ച് വെറ്റിലയുടെ മധ്യത്തിൽ ഒന്ന് തൊട്ട ശേഷം കുങ്കുമം ഇങ്ങനെ തൊട്ട ശേഷം വിരലിൻ്റെ അറ്റത്ത് കുങ്കുമം കാണും. അപ്പോൾ ആ കുങ്കുമം തൊട്ട് ഈ മന്ത്രം 3 തവണ ജപിക്കുക. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി സകല യോഗഭയങ്കരി. ഒന്നുകൂടെ ജപിക്കുക. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷ്യ സ്വാഹ. ഇത് 3 തവണ ജപിക്കുക. എന്നിട്ട് ഞാനീ പറയുന്ന ഒരു കാര്യം കൂടെ 3 തവണ പറയുക. ദേവീ കടാക്ഷം പരിപൂർണം, ദേവീ കടാക്ഷം പരിപൂർണം, ദേവീ കടാക്ഷം പരിപൂർണം എന്ന് പറയുക. അതിനുശേഷം ദേവീ കടാക്ഷം പരിപൂർണം എന്ന് 3 തവണ പറഞ്ഞ ശേഷം ദേവീ കടാക്ഷം ജഗത് സർവം, ദേവീ കടാക്ഷം ജഗത് സർവം, ദേവീ കടാക്ഷം ജഗത് സർവം എന്ന് പറഞ്ഞിട്ട് വീണ്ടും 1 തവണ കൂടി ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷ്യ സ്വാഹ എന്ന് ജപിക്കുക. എന്നിട്ട് ഈ വെറ്റില പിന്നെ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഇത് മടക്കി 4ആയിട്ട് മടക്കി, അപ്പം കുങ്കുമം അകത്തോണ്ട് അല്പം മടക്കി ഇടത് കയ്യിൽ പിടിച്ച് ഒന്നുകൂടെ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷ്യ സ്വാഹ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റിലിടുക. പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് ചുരിദാറുണ്ടെങ്കിൽ ഇടത് പോക്കറ്റ് ഇടുക, ആണുങ്ങളാണെങ്കിൽ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റ് ഇടുക. ഇനി ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് സൂക്ഷിക്കുക. വെറ്റില മടക്കി ഈ വിദ്യ ചെയ്തോളുക. അമ്മയുടെ ശക്തി നിങ്ങൾ അനുഭവിച്ചറിയും. ഞാൻ പറഞ്ഞല്ലോ, അമ്പലത്തിലെ അനുഭവം പറഞ്ഞല്ലോ, നമുക്ക് പ്രത്യക്ഷത്തിലാണ് അമ്മയുടെ അനുഭവം. ചെയ്തു നോക്കുക. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം വെറ്റില വെച്ച് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി, അതറിയാമല്ലോ, ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ആ മന്ത്രം ജപിച്ച് ഒന്ന് തടവുക. വെറ്റില ഒറ്റ പ്രാവശ്യമല്ല, മന്ത്രം തീരുന്നിടം വരെ തടവണം. 1 തവണ മന്ത്രം ജപിച്ച് വെറ്റില തടവുക. അതിനുശേഷം അല്പം കുങ്കുമം എടുത്ത് അത് വലതു കൈയുടെ മോതിരവിരലും നടുവിരലും കൊണ്ട് തൊട്ട്
വെറ്റില വലത് കൈ പിടിച്ച് വെറ്റിലയുടെ മധ്യത്തിൽ കുങ്കുമം തൊട്ട് ഒരു തവണയല്ല 3 തവണ ജപിക്കണം ഈ മന്ത്രം. അതിനുശേഷം ദേവീ കടാക്ഷം പരിപൂർണം 3 തവണ ജപിക്കണം. അതിനുശേഷം ദേവീ കടാക്ഷം പരിപൂർണം 3 തവണ ജപിച്ചു കഴിഞ്ഞ ശേഷം ദേവീ കടാക്ഷം ജഗത് സർവ്വം 3 തവണ ജപിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അതിനുശേഷം ഒന്നുകൂടി ഈ ഓം ഹ്രീം യോഗിനി ജപിക്കണം. പിന്നെ ഇത് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഇത് ചുരുട്ടി 4 ചുരുട്ടി മടക്കി ഇടത് കൈയിലോട്ട് മാറ്റി ഇടത് കൈയിൽ പിടിച്ച് ഈ മന്ത്രം ഒന്നുകൂടെ ജപിച്ചിട്ട് ഇടത് വശത്ത് സൂക്ഷിക്കുക ശരീരത്തിൻ്റെ. അതായത് ഇടത് പാൻറ്റിൻ്റെ ആ ഇടത് പോക്കറ്റ് ഇടുക. പാൻറ്റിൻ്റെ ഇടത് പോക്കറ്റ്, സ്ത്രീകളാണെങ്കിൽ ആ ഇടത് ചുരിദാറിൻ്റെ. ഇത് നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇതൊരു അത്ഭുതകരമായ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഇത് ഇരിപ്പുണ്ടെന്നോ ഒന്നും ചിന്തിക്കേണ്ട, മറന്നേക്കണം. എന്നാലേ അത് ബലം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് ഇത്രയാണ്ട് വലിയ കാര്യങ്ങൾ സംഭവിക്കില്ലെന്ന് ഒന്നും അവിടെ ചിന്തിക്കേണ്ട. ചെയ്തു, പിന്നെ അത് മറന്നേക്കുക. ഇത് നമ്മുടെ ഇടത് പോക്കറ്റിലാണ് ഇരുന്നോട്ടെ. ഇത് നിങ്ങൾക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ വേണ്ടി ചെയ്യാം. നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ഭക്തിയോടും കൂടി ഇത് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ന്യായമായിട്ട് സത്യസന്ധമായിട്ട് ആ സമയത്ത് കിട്ടേണ്ടതാണെങ്കിൽ, നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങളിലേക്ക് വരേണ്ട കാര്യമാണെങ്കിൽ, അത് ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചെറിയ തടസ്സം കൊണ്ട് നിൽക്കുകയാണ് അമ്മ നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി നിങ്ങൾക്കിപ്പോൾ കർമ്മം അനുസരിച്ച് ആ സമയത്തല്ല അത് കിട്ടേണ്ടതെങ്കിൽ അത് അമ്മ ആ സമയത്ത് നിങ്ങൾക്ക് തരത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടേണ്ട കാര്യം ചെറിയ ഏതെങ്കിലും തടസ്സം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അമ്മ ആ തടസ്സം മാറ്റി നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു തരും. പിന്നെ ഇങ്ങനെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ എവിടെ വേണേലും പൊക്കൂ. നിങ്ങൾ സ്വയം അനുഭവിച്ചറിഞ്ഞാൽ മതി. അപാരമായ വശ്യമാണ്. നിങ്ങൾ എവിടെ ചെന്നാലും നല്ല സ്വീകാര്യതയായിരിക്കും. നിങ്ങൾ പറയുന്ന മറ്റുള്ളവർ അംഗീകരിക്കും. നിങ്ങളെ ഒരു പരിചയമില്ലാത്തവർ പോലും ഇങ്ങോട്ട് വലിയ പരിചയഭാവം നടിക്കും. നിങ്ങൾക്ക് ഈ ശക്തി നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാം. നിങ്ങളുടെ ഏത് കാര്യവും അമ്മ നടത്തി തരുമെന്നുള്ളതാണ്. ഇത് നമുക്ക് ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെറ്റില മടക്കി വെച്ചു, ദിവസവും ചെയ്യണമെന്നില്ല. ഒരു പ്രാവശ്യം വെറ്റില മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ വെറ്റില ഒരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ എടുത്ത് ഒന്നുപോലെ ഒഴുക്ക് വെള്ളത്തിൽ കളയുക, അല്ലെങ്കിൽ ഒരു തട്ടത്തിനകത്ത് അല്പം കർപ്പൂരം വെച്ച് അതിനകത്ത് വെച്ച് കത്തിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് വെള്ളിയാഴ്ച ദിവസം ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം വളരെ പെട്ടെന്ന് ഇനിയിപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഈ വെറ്റില വേണം നിങ്ങൾക്ക് ഈ ദേവിയുടെ ഫോട്ടോയുടെ മുന്നിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് സൂക്ഷിക്കാം. അങ്ങനെ ചെയ്താലും ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. ഇനി നിങ്ങൾക്കൊരു കാര്യം സാധിക്കണം, നിങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകണം. ഇത് ഇപ്പം ഡോക്ടർമാർ സ്വന്തമായിട്ട് കൺസൾട്ടൻസി നടത്തുന്ന ഡോക്ടർമാർ ഇതിങ്ങനെ അവരെ ഇടതു പോക്കറ്റിൽ സൂക്ഷിച്ചാൽ അവർക്ക് ആളുകളെ കൊണ്ട് നിറയെ, അവർക്ക് ധാരാളം അവരുടെ തൊഴിൽ സമയമില്ലാത്ത രീതിയിൽ അതുപോലെ ആളുകൾ കൂടി വരും. വക്കീലന്മാർ ഇങ്ങനെ ചെയ്തിട്ട് വാദിക്കുക, ചെയ്തു നോക്കുക. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഏത് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ബിസിനസ്സുകാർ ഇങ്ങനെ പോക്കറ്റിൽ സൂക്ഷിക്കുക, നല്ല കച്ചവടം വരും. ഒരു ദിവസം ചെയ്തുകൊണ്ട് ശരിയാകുമെന്നില്ല. ഇത് നമുക്കിത് ദിവസവുമല്ല, ഈ ഇല മോശമാകുമ്പോൾ എടുത്ത് മാറ്റി ഒരു തട്ടത്തിൽ അല്പം കർപ്പൂരം വെച്ച്, കുറച്ച് കർപ്പൂരം വെച്ച് ഇത് കത്തിച്ച് കളയുക, തട്ടത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ കളയുക. അപ്പം എന്നിട്ട് വേറെ വെറ്റില ഉപയോഗിക്കുക, ഇങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെ ഇതെപ്പോഴും ഉപയോഗിക്കാം. ഇതെന്നും അപ്പം കയ്യിലിരിക്കും. മോശമാകുമ്പം കളഞ്ഞിട്ട് അടുത്ത വെറ്റില ഇതുപോലെ ചെയ്യുക. ഇപ്പം ഒരു വെറ്റില ഒരു ദിവസമല്ല, ഒരു കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേ അത് മോശമാകത്തുള്ളൂ. അപ്പോൾ ചിലപ്പം മാറ്റിയാൽ മതി. അപ്പം നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉപകരിക്കും. പിന്നെ നമുക്ക് എവിടെ പോയാലും ഒരു കാര്യം സാധിക്കണം. ഇപ്പം ചില ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ തല്ലാൻ വരുന്ന പോലെ സംസാരിക്കുന്നത്. ചിലയിടത്ത് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷേ അവർക്ക് ജോലിയുടെ സ്ട്രെസ് കൊണ്ടൊക്കെ ആയിരിക്കാം, എന്താണെങ്കിലും. പക്ഷേ ചിലയിടത്ത് നല്ല രീതിയിലായിരിക്കും. എന്നാലും നമുക്ക് ചെന്നൊരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക.
ഒരു ലോണൊക്കെ സാങ്ഷൻ ആകാൻ വേണ്ടി പോകുമ്പം ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വിശ്വാസവും കൂടെ വേണം. പിന്നെ നിങ്ങൾ എവിടെ പോയാലും ഇത് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യസാധ്യത്തിന് നല്ലതാണ്. പിന്നെ ഒരു ജോലിക്ക് പോകുമ്പോഴും ജോലി ചെയ്യുന്നവരും ഇതൊക്കെ ഇങ്ങനെ ദിവസവും ചെയ്യുക. അവരുടെ ജോലിയിൽ ഒന്നുകിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ഉയർച്ച, അല്ലെങ്കിൽ പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ, പുതിയ വരുമാന മാർഗത്തിലുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടായി വരും. ഇതിനെന്നാ ചിലവുണ്ട്? ഒരു ഒറ്റ വെറ്റിലേക്ക് എന്നാ പൈസയാകും? ഇച്ചിരി കുങ്കുമം ഇനി എന്നാ പൈസയാകും? ഇത്രേ ഉണ്ട്. അതാണ്. അത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, പറഞ്ഞുതരാൻ പറ്റത്തുമില്ല. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കി ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇനി ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് വേറെ ആരും പറയത്തില്ല. അത്ര കാര്യങ്ങളാണ്. ഞാനന്നവിടെ ആ വെള്ളിപ്പാത്രം കൊണ്ട് ചെന്നപ്പോൾ ആ തിരുമേനി പുറത്തോട്ട് വന്ന് എൻ്റെ ആ വെള്ളിപ്പാത്രം മേടിച്ചെങ്കിൽ അമ്മ എനിക്ക് പ്രത്യക്ഷത്തിലാണ്. പിന്നെ അത് സമർപ്പിച്ച ആളുടെ മനസ്സ്. കാരണം അമ്മയ്ക്കറിയാം ഞാനവിടെ വന്നപ്പം കുറച്ച് ആളുകൾ എന്നെ കാണാനുണ്ട്. ഞാൻ അവരോട് യാതൊരു പ്രതിഫലവും ഇല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഈശ്വര അവർക്ക് നന്മ വരണമെന്ന് വെച്ച് പറഞ്ഞു കൊടുക്കാൻ ഇരിക്കുകയാണെന്ന് അമ്മയ്ക്കറിയാം. പിന്നെ ഞാനത് പറഞ്ഞു കൊടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ 2:45 എഴുന്നേറ്റപ്പോൾ പ്രതിഷ്ഠയും കഴിഞ്ഞു. അവരെല്ലാം പോയി തുടങ്ങിയപ്പോഴും ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അത് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് അമ്മ ഞാൻ വന്ന ഉടനെ ആ വെള്ളിപ്പാത്രം തിരുമേനി വെളിയിലോട്ട് വന്ന്, അമ്മയുടെ ഇച്ഛയാണ്, തിരുമേനി എൻ്റെ ഇത് പാത്രം മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുപോലെ ആണ് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നത്. അതുപോലുള്ള കാര്യങ്ങളാണ്. അതാണ്. അത് വേറെ എങ്ങും കിട്ടത്തില്ല. പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇത് കയ്യിൽ വെച്ചാൽ, ഇങ്ങനെ ഇടത് പോക്കറ്റിൽ വെച്ചാൽ അപാരമായ വശ്യമുണ്ടാകും, ഭാര്യ ഭർത്തൃ ഐക്യമുണ്ടാകും. വീട്ടിൽ വെക്കാം. പിന്നെ ഓഫീസിൽ പണപ്പെട്ടി ഉണ്ടെങ്കിൽ ആ പണപ്പെട്ടിയിൽ വയ്ക്കാം. വീട്ടിൽ വിളക്കിൻ്റെ മുന്നിൽ വെക്കാം. ഫോട്ടോയുടെ മുന്നിൽ വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇടത്ത് പോക്കറ്റ് വെക്കണം കേട്ടോ. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. ഇപ്പം സ്ത്രീകളെല്ലാം ചുരിദാറാണല്ലോ, അപ്പോൾ ഇടത് ചുരിദാറിൻ്റെ ഇടത് പോക്കറ്റ് വെച്ചാൽ, പുരുഷന്മാരാണെങ്കിൽ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റ്. അപ്പോൾ ഇത് അപാരമായ അനുഗ്രഹം ഉണ്ടായി വരുമെന്ന് മാത്രമല്ല, അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച ഒക്കെ ഉണ്ടാകും. ശാപദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, അതുപോലെ പ്രാക്കുദോഷങ്ങൾ, അതുപോലെ എന്ത് ചെയ്തിട്ടും മാറാത്ത തടസ്സങ്ങൾ, ഇതെല്ലാം ദേവി മാറ്റിത്തരുമെന്നുള്ളതാണ്. ആശ്ചര്യകരമായ വിദ്യയാണിത്. ഈ സ്വയംവര മന്ത്രം കല്യാണം നടക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് കാര്യത്തിൽ ഉപയോഗിക്കാം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പം അത്ഭുതമായിട്ട് തോന്നാം, ചിലപ്പം വിശ്വസിക്കണമെന്നില്ല. പക്ഷെ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഒരു പ്രാവശ്യം എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഒരു നീണ്ട പാട് വരും. സ്ക്രീൻ മാറുക എന്ന് പറഞ്ഞാൽ 14,000 രൂപയാവും. ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ഈ മന്ത്രം ജപിച്ച് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, തനിയെ അത് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ മന്ത്രം ജപിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അത് മാറിയോണ്ടാണ് അമ്മയുടെ ആ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മന്ത്രം ജപിച്ച ഉടനെ, കാരണം എനിക്ക് വീഡിയോ എടുക്കണം, അപ്പോഴത്തേന് വീഡിയോ എടുക്കുമ്പോൾ വര ഇങ്ങനെ കിടക്കുവാണ് മൊബൈലിൽ. അപ്പോൾ ആ സ്ക്രീന് മാറേണ്ടതായിട്ട് വരും. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ മൊബൈലിൻ്റെ സ്ക്രീനിലെ ആ ഒരു ലൈൻ മാറിയെന്നതാണ്. ഇന്ന് വരെ പിന്നെ ആ ലൈൻ വന്നിട്ടില്ല. ഇങ്ങനെ അതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പം നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും ഈ മന്ത്രത്തിൻ്റെ ശക്തി എന്നാണ്. അന്ന് വരെ നിങ്ങളെ കണ്ടിട്ട് മിണ്ടാത്തൊരു മിണ്ടും, പരിചയമില്ലാത്തൊരു പരിചയഭാവം പോലെ പെരുമാറും. നിങ്ങളവിടെ ചെന്നാലും സ്വീകാര്യത ഉണ്ടാകും. അപ്പം തന്നെ നിങ്ങൾ വിചാരിച്ചോണം ഈ മന്ത്രത്തിൻ്റെ ഒരു ശക്തി എന്നാണ്, അല്ലെങ്കിൽ ഈ പ്രയോഗത്തിൻ്റെ എന്നാ ശക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഇനി മുതലേ അങ്ങ് മാറി തുടങ്ങും. അത്ഭുതകരമായ രീതിയിൽ സന്തോഷം, സമാധാനം, സാമ്പത്തികം, വശ്യം, ലോകവശ്യം, ജനവശ്യം, പുരുഷവശ്യം, സ്ത്രീവശ്യം, പുത്രസമ്പദ് വശ്യം, സർവവശ്യം ഒന്നും വേണ്ട, എല്ലാം ദേവീ കൃപയാൽ സാധ്യമായി വരും. വിശ്വാസം വേണം, നിങ്ങളുടെ മനസ്സിൽ നന്മ വേണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, അത്രമാത്രം. കാരണം ഇതെല്ലാം ഈശ്വര്യമായ കാര്യങ്ങളാണ്. എല്ലാവർക്കും നന്മ വരണേ ഈശ്വര എന്ന പ്രാർത്ഥനയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടതും ഒക്കെ. പറഞ്ഞാൽ മനസ്സിലായി. അല്ലാതെ നമുക്കൊരു വിദ്വേഷമൊന്നും മനസ്സിൽ വരാൻ പാടില്ല. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഫലം കാണണമെന്നില്ല. നല്ല മനസ്സ്, ശുദ്ധ മനസ്സോടുകൂടി, നല്ല ചിന്തയോടുകൂടി ലോകത്തിന് മുഴുവൻ നന്മ ഉണ്ടാകണേ ഈശ്വര എന്ന പ്രാർത്ഥനയോടുകൂടി ഇതൊക്കെ ചെയ്യുക. ഇത് ഏറ്റവും
അത്ഭുത ശക്തിയുള്ളതൊരു പ്രയോഗമാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ നമ്മൾ എന്ത് ദുരിതമായിക്കോട്ടെ, ചിലപ്പോൾ ഒരു ശാരീരികമായ വേദന, ദുരിതങ്ങളെയൊക്കെ, പല പല ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കേസ്, വഴക്ക്, എന്ത് ദുരിതമായിക്കോട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഡോക്ടറെ കാണണം. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതാണ് ആദ്യം ചെയ്യേണ്ടതും, അതാണ് പ്രധാനമായിട്ടും തുടരേണ്ടതും. അതിൻ്റെ കൂടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയുമോ? ഏത് കാര്യത്തിനും ചെയ്യാം. നിങ്ങൾക്കൊരു കേസ്, വഴക്ക്, ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചു, നിങ്ങളുടെ ഒരു ട്രാൻസ്ഫറിന് കൊടുത്തു, നിങ്ങളുടെ ഫയൽ നീങ്ങുന്നില്ല, പ്രൊമോഷൻ നീങ്ങുന്നില്ല. ഈ ഫയലൊന്ന് നീക്കണമല്ലോ. ആര് വിചാരിച്ചാൽ നീക്കാൻ പറ്റും? നമ്മൾ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഏറ്റുമാനൂരിപ്പം വിചാരിച്ചാൽ നടക്കും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, സിംഗപ്പൂരിൽ ഒരു കേസ്, സിംഗപ്പൂർ ഗവൺമെൻറ്റുമായിട്ടൊരു കേസ് നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അവർ ആ കേസ് എന്ത് നോക്കിയിട്ടും ആ കേസ് അവർക്ക് എതിരായിട്ട് വരുന്ന രീതിയാണ്. അങ്ങനെ അവർ സിംഗപ്പൂരിലായിരുന്നു. ഇപ്പോഴും അവർ താമസിക്കുന്നത് കാനഡയിലാണ്. ഇപ്പം സിംഗപ്പൂരിലെ ആണ് കേസ് നടക്കുന്നത്, സിംഗപ്പൂർ ഗവൺമെൻറ്റുമായിട്ടാണ്. ആദ്യം കുറേ കാലം സിംഗപ്പൂരിലായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ വന്നു. അവർ പറയുന്നു പലയിടത്തും പോയി, പല ആളുകളെയും കണ്ടു, പല വഴിപാടുകളും ചെയ്തു ഒക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു വഴി പറയാം, അത് ചെയ്താൽ നിങ്ങളുടെ കാര്യം നടക്കും. പക്ഷേ അത് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പക്ഷേ വിശ്വാസത്തോടെ ചെയ്താൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അന്നും ഇന്നും എനിക്ക് സംശയമില്ല. അങ്ങനെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, ശനിയാഴ്ച രാവിലെ കുളിമുറിയിൽ നിന്ന് കുളിച്ച് ഈറനോട്, വെള്ളവസ്ത്രം ഉടുത്തുകൊണ്ട് കുളിമുറി എന്നുകൊണ്ട് കുളിച്ചീറനോടെ കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഏറ്റുമാനൂരപ്പനെ വിളിച്ചു ചൊല്ലി, കൊണ്ട് വിളിച്ചു ചൊല്ലി, ഇന്ന കാര്യം എനിക്ക് സാധിച്ചു തരണം. ഞാൻ ഭഗവാൻ ഒരു കെടാവിളക്കിൽ ഒരു കുട വെണ്ണ, ഒരു കുടമെന്ന് പറഞ്ഞാൽ ഒരു പാടിയിരിക്കുന്ന പാത്രമാണ്. അതായത് നമ്മൾ കുടം തന്നെ മേടിച്ചുകൊണ്ടൊന്നും പോകണ്ട, അവിടെ പാത്രമുണ്ട്. ആ പാത്രത്തിനാണ് നമ്മൾ ഒരു കുട എണ്ണയെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കുട വെണ്ണ അവിടെ പാത്രം വെച്ചിട്ടുണ്ട്, ആ പാത്രമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് നേർന്ന് കഴിയുമ്പോൾ ഇനി കുടം മേടിച്ചുകൊണ്ട് വരണമെന്ന്, അവിടെ പാത്രത്തിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കുട എണ്ണ സമർപ്പിച്ചേക്കാൻ നേരുക, പിന്നെ തല തോർത്തുക, വലുതുകാലം വെച്ചിറങ്ങുക, അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇതൊരു ശനിയാഴ്ച ചെയ്യണം. നിങ്ങളൊരു ശനിയാഴ്ച നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ പോയി ഇത് ചെയ്യണം. അത്ഭുതകരമായിട്ട് അവരുടെ കേസ് അവർക്ക് അനുകൂലമായി. അതിൻ്റെ പേപ്പർ അവരെനിക്കും അയച്ചു തന്നായിരുന്നു വാട്സപ്പിൽ. അങ്ങനെ എത്രയോ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. ഒരുപാട് ആളുകൾ അതുപോലെ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരാളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവരുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് അവർ കണ്ണിന് ഭയങ്കര വേദനയായിട്ട് ദിവസം ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്. ആ ഒരവസ്ഥയിൽ അവർ ട്രീറ്റ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് തുടരുന്നുണ്ട്. പക്ഷെ അസഹനീയമായ വേദന. അപ്പോൾ അവർ ഏറ്റുമാനൂർ വന്നു, കെടാവിളക്ക് എണ്ണ ഒഴിച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ച്, പിന്നെ അവിടെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് മരുന്നും ട്രീറ്റ്മെൻറ്റും എല്ലാം അപ്പോഴും ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലവത്തായിട്ട് ഇപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല. കാരണം അസഹനീയമായ വേദന ആയപ്പോഴാണ് അവർ അമ്പലത്തിൽ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഈ അനുഭവം വീഡിയോയിലൊന്ന് പറയണം. ഇപ്പോഴും വാട്സപ്പിൽ കിടപ്പുണ്ട് അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ. അതൊന്നും അതുപോലെ കിടക്കും. അതെപ്പോഴും നമുക്കൊരു സന്തോഷമാണ്. ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ ഫലവത്തായിട്ട്, അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടെ ആയപ്പോൾ ഫലവത്തായി. പക്ഷേ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അത് തുടരുന്നുമുണ്ട്. അത് നന്നായിട്ട് ചെയ്തു, ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടെ ആയപ്പോൾ അവർക്കത് വലിയ ഫലമായി, വലിയ അനുഭവമായി. എന്ന് വേണ്ട ഏതൊരു കാര്യത്തിനും ഭഗവാനെ നിങ്ങൾക്ക് ഇതുപോലെ നേരാം. ഭഗവാൻ വിചാരിച്ചാൽ എന്ത് കാര്യം, ഞാൻ പറഞ്ഞില്ല, സിംഗപ്പൂരിൽ ഇരിക്കുന്ന ആ കേസ് പോലും ഭഗവാൻ അത് അനുകൂലമാക്കിയെന്ന് പറയുമ്പം ഭഗവാന്റെ ശക്തി എന്തുവാ. പിന്നെ ആർക്കും ഭഗവാനെ വിളിച്ചു നേരാം. വിശ്വാസമുണ്ടെങ്കിൽ ഭഗവാൻ എന്ത് കാര്യം നടത്തി തരും, നിങ്ങളുടെ ഭാഗത്ത് ന്യായവും വിശ്വാസവും ഉണ്ടെങ്കിൽ. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രധാനമായിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ആ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് മാത്രം
തുടർന്ന് മുന്നോട്ട് പോവുക. അതാണ് പ്രധാനം. അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാവുള്ളൂ. ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും ചെയ്യണം, അത് തുടരുക എന്നാണ്. പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഫോഴ്സ്, ഇങ്ങനെയുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ ഏറ്റുമാനൂരപ്പനെ പിടിച്ചാൽ മതി. ഒരു രഹസ്യമാണ് ഞാൻ പറഞ്ഞത്. വക്കീലന്മാർ, പോലീസുകാർ, പിന്നെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോലീസ്, അങ്ങനെയുള്ള ആ മേഖലകളിലുള്ള ഫോഴ്സ്, പിന്നെ നിയമം സംബന്ധമായ മേഖലകൾ, അഡ്വക്കേറ്റ്, അങ്ങനെയുള്ള ഭഗവാന്. കാരണം ഭഗവാൻ ഉഗ്രശക്തിയാണ്. ഭഗവാനെ വിളിച്ചാൽ, ഭഗവാനെ പിടിച്ചാൽ ഏത് കാര്യവും നമ്മുടെ ന്യായവും സത്യസന്ധമായി കിട്ടും. അതുപോലെ തന്നെ ബിസിനസ്സുകാർ, സാധാരണക്കാർ, ആർക്കും. ഞാൻ പിന്നെ ഭഗവാന് ഒരുപാട് ഭക്തന്മാരായിട്ടുള്ള ഇതുപോലെയുള്ള ഈ പോലീസ് അങ്ങനെയുള്ള വിഭാഗത്തിലുള്ളവർക്കൊക്കെ ഒരുപാട് പെട്ടെന്ന് ഫലം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഇപ്പം സാധാരണക്കാരായിക്കോട്ടെ, ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും, ഇപ്പോൾ ഈ ബിസിനസ്സുകാരായിക്കോട്ടെ, ആർക്കും ഈ കടാവിളക്കിലെ എണ്ണ, ഒരു കുടം എണ്ണ നേർന്നാൽ, പക്ഷെ അവിടെ നിങ്ങളുടെ മനസ്സങ്ങ് ചെല്ലണം, വിശ്വാസം വേണം, എങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അങ്ങ് ചെന്നില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. എൻ്റെ ഒരു അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ മതി. ഇതുപോലെ ഒരു കുട എണ്ണ കടാവിലൊക്കെ ഒഴിക്കുന്നു. കുറച്ച് ഒരു മാറ്റം വരും. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എന്തിനും ഒരു ചേഞ്ച് ഉണ്ടാകാൻ നല്ലതാണ്. നിങ്ങൾക്ക് അനുകൂലമാകാൻ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കർമ്മം ചെയ്യണം, പ്രവൃത്തി ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം വേണം പ്രാർത്ഥന. അല്ലാതെ പ്രാർത്ഥനയോട് മാത്രം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യുക. ഒരു അസുഖമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നല്ലതായിട്ട് ചെയ്യുക, അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാകുന്നത്, കുറച്ച് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ളവർ എല്ലാം നേടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇനിയിപ്പം വിദേശ ജോലിക്ക് തടസ്സം, വിസ, അവരുടെ മാത്രം വിസ കിട്ടത്തില്ല, കൂട്ടുകാരുടെയൊക്കെ വിസ വരുന്നുണ്ട്. അങ്ങനെ ചില പാർട്ടികളുണ്ട്. ഈയിടെ തന്നെ ഒരു പയ്യൻ കാണാൻ വന്നായിരുന്നു. അപ്പോൾ ആ പയ്യന് മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു. ആ പയ്യൻ്റെ മാത്രം വിസ വന്നില്ല, ബാക്കിയുള്ളവരെല്ലാം വന്നു. അങ്ങനെ ചിലർക്കുണ്ട്, ചില ഭാഗ്യദോഷമുള്ളവരുണ്ട്. അവരുടെ ഡോക്യുമെൻറ്റ്സ് മാത്രമേ എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ആ പയ്യന് ഞാനൊരു വിദ്യ പറഞ്ഞു കൊടുത്തു, ഗണപതിയുടെ. അത് ചെയ്ത് ആ പയ്യൻ മാൾട്ടയ്ക്ക് പോയി. മൂന്ന് വർഷമായിപ്പോൾ. 2 വർഷം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ ലീവിന് വന്നപ്പോൾ എന്നെ കാണാൻ വന്നായിരുന്നു. ഇനി ആ പയ്യൻ ബെൽജിയത്തിലേക്ക് പോവാം. അപ്പോൾ അതിന് ഞാൻ ചില വഴികൾ പറഞ്ഞു കൊടുത്തു. എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതൊക്കെ ചെയ്താൽ അവന് ബെൽജിയത്തിലും പോകാൻ പറ്റും. ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്ത് മാൾട്ടയ്ക്ക് ആ തടസ്സം മാറി പോയിട്ടുണ്ടെങ്കിൽ ബെൽജിയത്തിലും പോകാൻ പറ്റും. ഇപ്പം മാൾട്ട 3 കൊല്ലം ജോലി ചെയ്തവൻ. അപ്പോൾ അവനെ ആ വിശ്വാസം കൊണ്ടാണ് അവൻ വീണ്ടും എന്നെ കാണാൻ വന്നത്. അപ്പോഴേ അവന് ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വിദേശ ജോലിയുടെ തടസ്സം മാറാനും അതുപോലെ എക്സാംസ്, ഇൻ്റർവ്യൂസ് ഒക്കെ പാസ്സാകാനും തടസ്സങ്ങൾ മാറാൻ ഏത് വിഷയത്തിലേക്ക് ചെയ്യാം. 12 ഞായറാഴ്ച അടുപ്പിച്ച് ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യുക. ഇനി ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠയുള്ള ദേവനല്ല ദേവിക്ക് ഒരു എണ്ണയോ മാലയോ കൊടുത്തിട്ട് ഗണപതിക്ക് വഴിപാട് ചെയ്യാവുള്ളൂ. ഗണപതി ഉപപ്രതിഷ്ഠയാണ് കേട്ടോ. മുക്കുറ്റി പുഷ്പാഞ്ജലി 12 ഞായറാഴ്ച അടുപ്പിച്ചു. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആളുകൾ ഞാൻ പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു. ഏതെല്ലാം രാജ്യങ്ങളിൽ സാധാരണ വീട്ടിലെ പിള്ളേരാണ്. ഇവരൊക്കെ രക്ഷപ്പെട്ട് നല്ല നിലയിലായിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ വലിയ സന്തോഷമുണ്ട്. ഇതെല്ലാം ഞാൻ ശിവഭഗവാന് സമർപ്പിക്കുന്നു. ഇത് എൻ്റെ അറിവ്, എൻ്റെ കഴിവൊന്നുമല്ല. സാക്ഷാൽ പരമേശ്വരൻ്റെ, പാർവതി ദേവിയുടെ ഒക്കെ ഒരു കൃപാകടാക്ഷം മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവോ അറിവോ ജ്ഞാനമോ ഒന്നും എനിക്കില്ല. ഭഗവത് കൃപ. ഞാൻ ഹസ്തരേഖയാണേലും ഹസ്തരേഖയിലേക്ക് വരാൻ കാര്യം, എനിക്ക് സ്വപ്നദർശനത്തിൽ ഭഗവാൻ ശിവൻ എൻ്റെ കയ്യിൽ തെളിഞ്ഞു വന്നു. സ്വപ്നദർശനത്തിൽ അന്ന് മുതലാണ് ഹസ്തരേഖയിൽ പറയാൻ തുടങ്ങുന്നത്.
ജ്യോതിഷമാണേലും മുരുകൻ്റെയും ശിവഭഗവാന്റെയും അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. ഇപ്പോൾ തമിഴ്സിത്തെ ജ്യോതിഷം DNA അസ്ട്രോളജിയും ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ്, പിന്നെ ദേവിയുടെ അനുഗ്രഹം, അല്ലാതെ എനിക്ക് യാതൊരു കഴിവുമില്ല. എല്ലാം ആ ഭഗവത് പാദങ്ങളിൽ, പരമേശ്വര പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മ പാർവതീദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. എൻ്റെ എല്ലാം ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആ ശിവൻ തന്നെയാണ്. ഓം ശിവം സർവം ശിവോഹം, എല്ലാം ശിവനല്ലാതെ ആവുന്നില്ല. ദേഹം ശംഭും ശിവോഹം, എൻ്റെ ദേഹവും ശിവനാണ്, എൻ്റെ ദേഹവും. ദേവം വിഭും ശിവോഹം, എൻ്റെ ദേവൻ ഈശ്വരനും ശിവനാണ്. ഗുരും പരം ശിവോഹം, എൻ്റെ ഗുരുവും ശിവനാണ്. ഇത് അഘോരികൾ ജപിക്കുന്ന ഒരു മന്ത്രമാണ്. അതോടൊപ്പം അമ്മ പാർവതി ദേവിക്കും കോടി കോടി പ്രണാമം. ഓം നമഃശിവായ, ഓം നമഃശിവായ, ശിവോഹം ശിവോഹം, ഓം കൃഷ്ണായ നമഃ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അറിവുകളും എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാമല്ല തള്ളിക്കളയാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തവർക്ക് നല്ല ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.